പോയാൽ യു ഡി എഫ് സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ മുഖം മിനുക്കാൻ ഒരുങ്ങുന്നു ആരോഗ്യവകുപ്പ്. തിരുവനന്തപുരത്ത് രണ്ടാമതൊരു മെഡിക്കൽ കോളേജ് തുടങ്ങുന്നതും മെഡിക്കൽ കോളേജുകൾക്കായി പ്രത്യേക മാസ്റ്റർ പ്ലാൻ തുടങ്ങുന്നതും പരിഗണനയിലുണ്ട്. സിസ്റ്റം നന്നാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ഉന്നതതല യോഗം ചേരും. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ ചികിത്സാ പിഴവ് ആരോപണങ്ങൾ അന്വേഷിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വാക്കുകളിലേക്ക്. അതായത് ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിങ്സ് വളരെ സുതാര്യമായി നോംസ് അനുസരിച്ച് മാത്രമേ നടക്കൂ. പിന്നെ അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ചെലവുകൾ മൊത്തം ഒഴിവാക്കണമെന്ന് ഗവൺമെൻറ് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ തന്നെ ഇനിയിപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ യാത്രകൾ നടത്തൂ. അല്ലാതെ മന്ത്രിയായതിൻ്റെ പേര് സ്വീകരണങ്ങളോ ചടങ്ങുകളോ ഇല്ല. കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പോകുന്നത് കാര്യം വേറെ. അത് രണ്ടാമത് ഞങ്ങൾ ആരംഭിക്കും. ജനങ്ങൾക്ക് കൊടുത്ത വാക്കാണ്. രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്ത് ആരംഭിക്കും. ഇനിയിപ്പോൾ 1 തൊട്ട് തുടങ്ങണം. കാരണം ഇതുവരെയുള്ള സംവിധാനം മുഴുവൻ തകർത്തു കഴിഞ്ഞ 10 വർഷം കൊണ്ട്. അത് പരിശോധിച്ച് പരിഹാരം ഉണ്ടാക്കും. ശരി, ആരോഗ്യമന്ത്രി കെ മുരളീധരനാണ് ഇപ്പോൾ സംസാരിച്ചത്. എം ജി പ്രതീഷ് നമുക്കൊപ്പം ചേരുകയാണ്. പ്രതീഷ്, സിസ്റ്റം ആകപ്പാടെ തകരാറിലാണ്. കേരളത്തിന്റെ ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണ്. ഇത് വി ഡി സതീശൻ കഴിഞ്ഞ തവണത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്. ഈ ഒരു ആരോഗ്യ മേഖല ഇത്തവണത്തെ യു ഡി എഫ് സർക്കാരിന് ഒരുപാട് വോട്ടുകൾ നേടിക്കൊടുത്തിട്ടുണ്ട്. ആരോഗ്യമന്ത്രി ഇതാ തോറ്റ് ഇപ്പോൾ മന്ത്രിസ്ഥാനം MLA സ്ഥാനം പോലും ഇല്ലാതെ ആറന്മുളയിൽ തോറ്റിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് പ്ലാനുകൾ അദ്ദേഹത്തിനുണ്ടാവും. കെ മുരളീധരൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ആത്മവിശ്വാസം പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഇത്രയേറെ തകർന്നു കിടക്കുന്ന ഒരു ആരോഗ്യ മേഖല തന്നെ മതി, എനിക്ക് ആരോഗ്യവകുപ്പ് തന്നെ മതിയെന്ന് ചോദിച്ച് വാങ്ങിച്ചതാണ്. അപ്പോൾ അദ്ദേഹത്തിന് മുന്നോട്ട് ഒരുപാട് പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നു. ഈ ഹർഷിനെ പോലുള്ള ആളുകൾ, അതോടൊപ്പം ഹാരിസ് ചിറക്കൽ പറഞ്ഞ മെഡിക്കൽ കോളേജിലെ വീഴ്ചകൾ, അപ്പോൾ ഇതെല്ലാം ഒരു പരിഹാരം വരും ദിവസങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കണം. തീർച്ചയായും. കാരണം രണ്ടാം പിണറായി സർക്കാരിലെ ആരോഗ്യ വകുപ്പിനെയും ആരോഗ്യ മന്ത്രിയെയും ഏറ്റവും കൂടുതൽ വിമർശിച്ച നേതാക്കളിൽ ഒരാൾ കൂടിയായിരുന്നു കെ മുരളീധരൻ. അദ്ദേഹം തന്നെ ആരോഗ്യമന്ത്രിയായി വരുമ്പോൾ ആ വകുപ്പിൽ നിർണായകമായ അല്ലെങ്കിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പ്രധാനമായും അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കും എന്നതാണ് കെ മുരളീധരൻ പറയുന്നത്. ഈ സംസ്ഥാനത്തെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും. മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അവിടെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ മെച്ചപ്പെടുത്തും എന്നതാണ് അദ്ദേഹം ആദ്യം നടത്തിയിരിക്കുന്ന പ്രഖ്യാപനം. മറ്റൊന്ന്, UDF സർക്കാരിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു തിരുവനന്തപുരത്ത് രണ്ടാമത്തെ മെഡിക്കൽ കോളേജ്. ജനറൽ ആശുപത്രിയിൽ രണ്ടാമത്തെ മെഡിക്കൽ കോളേജിനായി ഒരു കെട്ടിടം പണി നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് വന്ന സർക്കാർ ആ പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു. പക്ഷേ ആ പദ്ധതി നടപ്പിലാക്കുമെന്നതാണ് കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്ന കാര്യം. മറ്റൊന്ന്, ഈ ആശുപത്രികളിൽ താഴെ കിടക്കുന്ന രോഗികളുണ്ട്. അങ്ങനെ ആ ഒരു സാഹചര്യം പൂർണ്ണമായും ഒഴിവാക്കുമെന്നുള്ള പ്രഖ്യാപനം കൂടി അദ്ദേഹം നടത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, ഈ ആശുപത്രികളുടെ സുതാര്യമായ പ്രവർത്തനം എപ്പോഴും നടക്കാതെ പോകുന്നത് അനധികൃതമായി നടക്കുന്ന സ്ഥലം മാറ്റങ്ങളും നിയമനങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ നിയമനങ്ങളിലും സ്ഥലം മാറ്റങ്ങളിലും കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കും എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അത്തരത്തിൽ ഒരു സമൂലമായ ഒരു മാറ്റം ഉണ്ടാകുമെന്നതാണ് അദ്ദേഹം പറയുന്ന കാര്യം. പക്ഷേ അപ്പോഴും മുന്നിലുള്ള പ്രധാന വെല്ലുവിളി ഇതിന് പണം എവിടെ നിന്ന് കണ്ടെത്തുമെന്നതാണ്. കാരുണ്യ പദ്ധതി ഉൾപ്പെടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വലിയ കുടിശ്ശിക ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ മുന്നിലുണ്ട്. KMSCL ഉൾപ്പെടെ കോടികൾ നൽകാനുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു വലിയ ബാധ്യത സർക്കാരിന് മുന്നിലുണ്ട്. പക്ഷേ നടത്തിയ പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ നടപ്പിലാക്കും എന്നുള്ള ആത്മവിശ്വാസം തന്നെയാണ് ആരോഗ്യമന്ത്രി പങ്കുവയ്ക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇനി സ്വീകരിക്കേണ്ട ആദ്യഘട്ടങ്ങളിൽ സ്വീകരിക്കേണ്ട തീരുമാനങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു യോഗം നടക്കുന്നുണ്ട്. അതിൽ ആരോഗ്യവകുപ്പ് സെക്രട്ടറിയും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരെ പങ്കെടുക്കും. അതിനുശേഷമായിരിക്കും പ്രധാനപ്പെട്ട ആദ്യ തീരുമാനങ്ങൾ ഔദ്യോഗികമായി തന്നെ പുറത്തു വരിക. ശരി പ്രതീക്ഷ, ആ ഒരു തീരുമാനത്തിനായി കാത്തിരിക്കാം. എന്താണെങ്കിലും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വലിയ ആത്മവിശ്വാസത്തിലാണ്. അദ്ദേഹത്തിന് കൃത്യമായ പ്ലാനുകളുമുണ്ട്. അപ്പോൾ അതെല്ലാം കൃത്യമായി ഏറ്റവും നന്നായി തന്നെ നടപ്പിലാക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ.